അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യലിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോ ആയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ് റോസ്റ്റ്, സാമ്പാർ, ചട്നി. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കും? നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ്, ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത്. ആദ്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെജിറ്റബിൾസ്, നമ്മൾ സാമ്പാറിൻ്റെ വെജിറ്റബിൾസ് എല്ലാം വേവിക്കുമ്പോൾ തന്നെ കുറച്ച് സാമ്പാർ പരിപ്പും അരക്കപ്പ് സാമ്പാർ പരിപ്പിന് 1/4 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് എന്താക്കണം, നല്ല തേങ്ങ അരക്കണം. അപ്പോൾ അതിനെ എടുത്തിരിക്കുന്ന അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങ നന്നായിട്ട് വറുക്കുക. നല്ല ചുമന്ന കളറിൽ വറുത്ത് വരണം. വറുക്കുമ്പോൾ നമ്മൾ ഒന്നിക്ക് ചെറിയ ഉള്ളി ചേർക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളി ചേർത്തിട്ട് അതിൻ്റെ കൂടെ 2 കറിവേപ്പിലേൻ്റെ തണ്ടും കൂടെ ചേർത്തിട്ട് നല്ല ചുമന്ന കളറിൽ വറുക്കണം. ഈ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പം വറുത്തിട്ട് പിന്നെ നമ്മുടെ ഒരു 1/2 കപ്പ് സാമ്പാർ പൊടി, ഞാൻ ഈസ്റ്റേൺ സാമ്പാർ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ല ഈ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കുക. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരയും കേട്ടോ. ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് പുളിയുടെ വെള്ളമില്ലേ, അതും കുറച്ച് നമ്മുടെ സാധാ വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ അരക്കുക. ആ സമയത്ത് നമുക്ക് എന്താക്കാം, ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പരിപ്പും സാമ്പാർ കൂട്ടിലെല്ലാം കുറച്ച് പുളി വെള്ളം, ഞാനൊരു നാരങ്ങ വലുപ്പത്തിലാട്ടോ പുളി എടുത്തിരിക്കുന്നത്. ഇനി പുളി നിങ്ങൾ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിന്, നമ്മുടെ വെല്ലം ഇല്ലേ, അതെന്തിനാ വെച്ചാൽ പുളിയും ഈ ഉപ്പൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. ഇനി നമ്മൾ അരച്ച അരപ്പും എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല ഒരു ഗ്രേവി ആക്കുക. ഇനി നമുക്കിതിന് അത്യാവശ്യമായിട്ട് ഏറ്റവും നന്നായിട്ട് വേണ്ടത് ഇതിൻ്റെ വറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക്, ഉലുവ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ കടുക് ഇതൊക്കെ ഒന്ന് താളിക്കുക. ഓരോന്ന് ചേർത്തിട്ട് നല്ല വറവറാന്ന് നല്ലോണം താളിക്കണം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നന്നായിട്ട് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇടണം കേട്ടോ, ഒന്നും മറന്നു പോകരുത്. ഇതൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ്. ഉലുവയും ചെറിയ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് നല്ലോണം മൂത്തതിന് ശേഷം ഇനി ഇടേണ്ടത് കുറച്ച് നമ്മുടെ കായപ്പൊടിയും കൂടി എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിക്കുന്ന സമയത്ത് നമ്മുടെ എന്താക്കണം എന്നറിയാം, ഒരു വലിയ സ്പൂണ് നമ്മുടെ സാമ്പാർ പൊടി ഇട്ടിട്ട് ഈ എണ്ണയിൽ തന്നെ നല്ലോണം മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ തിളക്കുന്ന സാമ്പാർ കൂട്ടിലങ്ങ് ഒഴിക്കുമ്പോൾ ഒരു മണമുണ്ട് എൻ്റെ മക്കളെ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടോ, നല്ല അടിപൊളി സാമ്പാറാണ് ഇത്. ഞാൻ ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ സാമ്പാർ ഇവിടെ നല്ല ചൂട് തിളക്കുന്ന സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇനി നമുക്കൊരു നെയ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഇഡ്ഡലി ഉണ്ടല്ലോ, മുന്നേ ഞാൻ ഇതിൻ്റെ ഇഡ്ഡലിൻ്റെ റെസിപ്പി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. അതേ മാവ് തന്നെയാണ് ഇത്. അതിനകത്ത് ഇച്ചിരി വെള്ളം ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് ലൂസ് വേണമല്ലോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ വെള്ളം തെളിക്കണം ഈ ഊട്ടിൽ. അപ്പം കുറച്ച് വെള്ളത്തിൽ കുറച്ച് 1 സ്പൂൺ ഉപ്പിട്ടിട്ട് വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗീയും വെളിച്ചെണ്ണയാണ് ഇത്. അപ്പോൾ ആദ്യം നമ്മൾ ചൂടുള്ള ഊട്ടിൽ കുറച്ച് ഉപ്പ് വെള്ളം തെളിച്ചതിന് ശേഷം 2 തവി മാവ് ഒഴിച്ചിട്ട് ഒരു കറക്കലുണ്ട് കറക്കാൻ. അപ്പോൾ കറക്റ്റ് ലൂസായതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം, ഇഡ്ഡലിൻ്റെ സെയിം മാവാണിത്, ഇതിന് വേറെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഗീയും വെളിച്ചെണ്ണയും മിക്സ് എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് തോന്നുന്നു, നല്ല ക്രിസ്പി ദോശ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ ദോശയ്ക്ക് സെപ്പറേറ്റ് അരക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ മാവിൽ തന്നെ 1 ടേബിൾ സ്പൂണ് ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും. ഞാൻ പിന്നെ ഇഡ്ഡലിൻ്റെ കളറ് മാറിപ്പോകുന്നത് കൊണ്ടാണ് ഉലുവ ചേർക്കാതിരുന്നത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ നെയ് റോസ്റ്റിൻ്റെ റെസിപ്പിയിൽ എൻ്റെ ഇഡ്ഡലിൻ്റെ മാവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതേ മാവിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചുട്ട നെയ് റോസ്റ്റ് കണ്ടാൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ നല്ല ക്രിസ്പിയാണെന്നുള്ള. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ ഇനിയിപ്പോൾ നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയല്ലോ. ഇനി നമുക്കൊരു ചട്നിയുടെ റെസിപ്പിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടുതരാം. അപ്പം നല്ല അടിപൊളി ഗ്രീൻ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഒരു 5-6 പച്ചമുളക്, മല്ലിയും പുതിനയും, പിന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് കറിവേപ്പിലയിലിട്ടിട്ട് അരക്കുമ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന ഇതിൻ്റെ അകത്ത് മെയിൻ സാധനം ഒരു 2 ടേബിൾ സ്പൂണ് തൈരും 1 കഷ്ണം ഒരു നാരങ്ങയുടെ പകുതി ചെറുനാരങ്ങയാണ് ഇതിൽ ചേർത്തിട്ട് അരച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല മഷി പോലെ അരക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ താളിക്കുക. സാധാരണ
കടുകും കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൻ മുളകും ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായി താളിച്ചിട്ട് ഈ അരപ്പ് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രീൻ, നല്ല ഒത്ത പുളിപ്പും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഗ്രീൻ ചട്നിയാണിത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും നെയ് റോസ്റ്റും ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കുക. ഒരു ദിവസം ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുക, പിറ്റത്തെ ദിവസം നെയ് റോസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ മാവ് കറക്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഡ്ഡലിയും സാമ്പാറും നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.